Hi, once again welcome back to my YouTube channel Bhanu Chitra. നമ്മളെല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഉണ്ണിയപ്പമാണ് ചെയ്യുന്നത്. പക്ഷേ സാധാരണത്തിലും വ്യത്യാസമായിട്ട് ഓറഞ്ച് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓറഞ്ച് ഉണ്ണിയപ്പത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കി 4 മണിക്കൂർ കുതിർത്തിയത്. കപ്പിന്റെ അളവ് ഇതാണ്. 2 ഓറഞ്ച്, ഒരു പഴം, റോബസ്റ്റ പഴമാണ് എടുത്തേക്കുന്നത്. പാളയംതോടൻ പഴമാണ് നല്ലത്, പക്ഷേ ഇവിടെ റോബസ്റ്റ കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനിത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 250 ഗ്രാം ശർക്കര പാനിയാക്കിയത്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 ടീസ്പൂൺ എള്ള്, ഇതിപ്പോൾ വെളുത്ത എള്ള എടുത്തേക്കണേ, കറുത്ത എള്ള ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, 3 ടീസ്പൂൺ തേങ്ങാക്കൊത്ത്, നെയ്യ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് പച്ചരി പഴം കൂടി ചേർത്ത് അരച്ചെടുക്കാം. അരിയിലെ വെള്ളം മുഴുവൻ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയാദ്യം. അതിലേക്ക് അരപ്പഴം ഇടാം, നമുക്ക് അത്ര മതി. ഇനി നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഇത്രയും അരഞ്ഞിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അരച്ചു കൊടുക്കാം. ഇതിപ്പോൾ അരച്ചിട്ടുണ്ട് ഞാൻ. ചെറിയ തരിതരിപ്പുണ്ട്, ഇതാണ് നമുക്ക് കണക്ക്. നമുക്കിനി എല്ലാം കൂടി ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്യാം. അരി അരച്ചത് നമുക്ക് ആഡ് ചെയ്യാം ആദ്യം. അതിലേക്ക് ഓറഞ്ച് ജ്യൂസ്, ഇതിപ്പോൾ 1 കപ്പ് ശർക്കരയുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ മധുരം നമുക്ക് എത്രയത് ആവശ്യം അനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിപ്പോൾ ഇത്ര 1 കപ്പിൽ ഞാൻ 1/2 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മധുരം ആവശ്യം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മധുരം മുന്നിൽ നിൽക്കണം ഇത്, കാരണം എണ്ണയെ വറക്കുന്നതായതുകൊണ്ട് മധുരം കുറയും നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ. നോക്കാം മധുരം ആവശ്യത്തിനായോന്ന്. കുറച്ചുകൂടി ആഡ് ചെയ്യാം നമുക്ക്. മതി. ഇതൊരു 3/4 കപ്പ് ശർക്കരയാണിപ്പോൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ മിക്സ് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാൻ പോവുകയാണ്. ഇതൊരു 2 to 3 hours വച്ചാൽ മതി. സാധാരണ ഉണ്ണിയപ്പത്തിൻ്റെ ആണെങ്കിൽ ഒരു 6 to 8 hours നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കണം. ഇത് 2 to 3 hours കൊണ്ട് ഫെർമെൻറ്റ് ആവും, ഓറഞ്ച് ജ്യൂസ് ചേർത്തിരിക്കുന്നതുകൊണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്തും എള്ളും നെയ്യിലും മൂപ്പിച്ചെടുക്കാം. അതിൽ തേങ്ങാക്കൊത്തിടാം.
ഇതിനകത്തേക്ക് ഞാൻ എള്ളും കൂടി ചേർക്കുകയാണ്. ചെറിയ ബ്രൗൺ കളറാകുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനെ മാറ്റി വയ്ക്കാം അടുപ്പിൽ നിന്ന്. എന്നിട്ട് ആറി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മിക്സിലേക്ക് മാറ്റാം. ഏലക്കാപ്പൊടി, വറുത്ത് വെച്ചിരുന്ന തേങ്ങക്കൊത്തും വെള്ളം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ഭാഗം മാവ് ഒഴിച്ചാൽ മതി. എണ്ണ പുറത്തേക്ക് വരും, അതുകൊണ്ടാണ് അത്ര ഒഴിക്കുന്നത്. നമുക്കിതിപ്പോൾ തിരിച്ചിടാം. ആയിട്ടുണ്ട്. ഒരു സൈഡ് ആയിട്ടുണ്ട്, ചെറുതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ആയിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇതെടുക്കാം. നമുക്ക് ബാക്കി മാവിൻ്റെ ഉണ്ണിയപ്പം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഓറഞ്ച് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്. നമ്മൾ സാധാരണ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഒന്നും അല്ല ആഡ് ചെയ്യുന്നത്. ഒറിജിനൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഫ്ലേവർ നന്നായിട്ട് വായിൽ വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഞാൻ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഞാൻ ഉണ്ണിയപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കും. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു നോക്കിയതാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് പൈനാപ്പിളിലും ചെയ്യാം. പൈനാപ്പിളിൽ ജ്യൂസ് അടിച്ചിട്ട് ഇതേപോലെ തന്നെ സെയിം റേഷ്യോയിൽ നമുക്ക് ആഡ് ചെയ്താൽ മതി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.